ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, ഇന്നലെ ഞാൻ എൻ്റെ ഒരു കോൾഡ് കോഫിയുടെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ഒരു സ്നാക്കും കൂടി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു കുട്ടി വീഡിയോ ഷെയർ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് വെറൈറ്റി ആണോ എന്ന് ചോദിച്ചാൽ വെറൈറ്റി അല്ല, എന്നാൽ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വെറൈറ്റിയാണ്. ഞാൻ അതുപോലത്തെ ചില ആരും ചേർക്കാത്ത ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ബട്ട് ഇത് ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഒരേ ഫുഡ് തന്നെ കഴിച്ച് കഴിഞ്ഞാൽ മടുക്കൂലേ? അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വെറൈറ്റി ആയിട്ടൊന്ന് പിടിച്ചത്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വീറ്റ് ഫ്ലോർ എടുക്കുക, അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് മിൽക്ക് ആഡ് ചെയ്യുക, അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഗൈസ്, എൻ്റെ ഹസ്ബൻഡിന് എപ്പോഴും ഒരേ ഫുഡ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. നമ്മുടെ കണ്ടതിൽ എന്തെങ്കിലും വെറൈറ്റി ടേസ്റ്റും വരണം, കാണാനും വെറൈറ്റി ആയിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്, വേറൊന്നും തോന്നരുത്. പിന്നെ വേറൊരു വിഷയിൽ കൂടി നോക്കുമ്പം ഇതൊരു ഹെൽത്തി പാൻ കേക്ക് എന്നൊക്കെ പറയാം. പക്ഷേ ഞാൻ പാൻ കേക്ക് പോലെ അത്രയും സൈസ് കുറച്ചല്ല, ജസ്റ്റ് ഒരു അപ്പം പോലെ തന്നെയാണ് ഞാനും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ പാൻ കേക്കിൽ ഇടുന്ന ഐറ്റംസ് തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഹണി, സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഹണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കറിയൊന്നും അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഹണി ആഡ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് റൈസിൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ചെറിയൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ റൈസിൻസ് ആഡ് ചെയ്തത്. അതുപോലെ തന്നെ ഈ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും പിന്നെ അതുപോലെ തന്നെ കൂടുതൽ എരിവ് കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഇത് കുറച്ച് ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമ്മളത് കട്ട പിടിക്കാണ്ട് നല്ലതായിട്ട് നമ്മളിപ്പോൾ ഈ കേക്കിന് ബാറ്റർ ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ നല്ല രീതിയിൽ അത് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അതാകുമ്പോൾ നല്ല രീതിയിൽ നമുക്കത് പാൻ കേക്ക് പോലെ വരും. ഗൈസ്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും ഓക്കെയാണ്. നമുക്കിനി ഒരു ഐറ്റം കൂടി ഉണ്ട് ആഡ് ചെയ്യാനായിട്ട്. ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു കൊക്കോ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കൊക്കോ അല്ല, കഫീനാണ്, അത് ഓക്കെ. പക്ഷേ ഇത് നമ്മൾ കുറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കൊക്കോയുടെയൊക്കെ ഒരു ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ആഡ് ചെയ്തത്. ദെൻ പാൻ വെക്കുക, എന്നിട്ട് ബാറ്റർ വെച്ച് കൊടുക്കുക. സെയിം നമ്മൾ ഒരു പാൻ കേക്കോ അല്ലെങ്കിൽ ഒരു അപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കി അത് കുക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.